എപ്പിസോഡിന്റെ തുടക്കത്തിൽ ജൂവും നാമും ഷിയോയും ഹേസിക്കും പരിചയപ്പെടുന്നത് കാണിക്കുന്നു. ശേഷം അവർ നാലുപേരും ടേബിളിന് ചുറ്റും ഇരിക്കുന്നു. ഹേസിക്കാകട്ടെ ജൂവിന് ഫുഡ് സെർവ് ചെയ്യുന്നു. ഇതേ സമയം നാം ടേബിളിനടിയിലൂടെ തന്റെ കാൽ നീട്ടി ഹേസിക്കിന് മേൽ വെക്കുന്നു. അവൻ അവളുടെ കാലൊക്കെ തട്ടിമാറ്റി അടങ്ങിയിരിക്കാൻ ആംഗ്യം കാട്ടുന്നു. ഇപ്പൊ ഷിയോയും നാമിന് സെർവ് ചെയ്തു കൊടുക്കുന്നു. അത് കണ്ട് ഹേസിക്ക് ജലസാവുന്നു. അവൻ അവിടെ എണീറ്റിട്ട് തനിക്ക് വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. പുറത്തു വന്ന ഹേസിക്ക് ഫോണിൽ തന്റെ ഫ്രണ്ടിന്റെ കോണ്ടാക്ട് നെയിം ഡയറക്ടർ ജങ് എന്നാക്കി മാറ്റുന്നു. എന്നിട്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞ് തിരിച്ചു വിളിക്കണമെന്ന് അവന് മെസ്സേജ് അയച്ച് പറയുന്നു. ശേഷം റിസപ്ഷനിൽ ഇരിക്കുന്ന സ്റ്റാഫിനോട് ഡയറക്ടർ തന്റെ കർച്ചീഫ് ഇവിടെ മറന്നു വെച്ചു, അതുകൊണ്ട് അദ്ദേഹം ഇരുന്ന റൂമിന്റെ കീ വേണം എന്ന് പറയുന്നു. എന്നാൽ സ്റ്റാഫ് ആകട്ടെ പെർമിഷൻ ഇല്ലാതെ റൂമിന്റെ കീ തരാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇതേ സമയം ഹേസിക്കിന്റെ ഫ്രണ്ട് അവനെ വിളിക്കുന്നു. അവൻ ഡയറക്ടറിന് സേവ് ആക്കിയ തന്റെ ഫ്രണ്ടിന്റെ കോൾ സ്റ്റാഫിന് കാണിച്ചു കൊടുക്കുന്നു. ഉടനെ സ്റ്റാഫ് റൂമിന്റെ കീ അവന് കൊടുക്കുന്നു. ഇതൊക്കെ പുറകിൽ നിന്നിരുന്ന ഷിങ്കാങ്സും കാണുന്നു. അവൻ സ്റ്റാഫിന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ അറിയുന്നു. ഇവിടെ ഹേസിക്ക് ആ റൂമിലേക്ക് കയറി അവിടെ ഒരു ഹിഡൻ ക്യാമറ ഫിറ്റ് ചെയ്യുന്നു. തിരിച്ചു പുറത്തിറങ്ങിയ അവൻ ചെന്നുപെട്ടത് ഷിന്നിന്റെ മുന്നിലായിരുന്നു. ഹേസിക്ക് ഡയറക്ടർ തന്റെ ലെൻസ് കിടക്കുന്ന കർച്ചീഫ് മറന്നു വെച്ചു എന്നൊക്കെ പറഞ്ഞ് അവൻ പോവാൻ നിന്നതും ഷിന്ന് അവനെ വിളിച്ചിട്ട് ഡയറക്ടർ അതിന് കണ്ണട വെക്കാറില്ലല്ലോ എന്ന് പറയുന്നു. ഇത് കേട്ട് ഹേസിക്ക് ലെൻസ് അല്ല ഗോൾഡ് സ്റ്റിക്ക് തുടക്കുന്ന കർച്ചീഫാണ് മറന്നു വെച്ചത് എന്ന് പറയുന്നു. അപ്പറഞ്ഞത് ഷിന്നും വിശ്വസിക്കുന്നു. അങ്ങനെ ഹേസിക്ക് കഷ്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇപ്പുറത്ത് മാഡം നാമിനെ വിളിച്ച് നമുക്ക് ഇത് കഴിഞ്ഞ് ഒരു സ്ഥലത്തേക്ക് പോവാനുണ്ട് എന്ന് പറയുന്നു. നാമാകട്ടെ തിരിച്ചു ഷിയോയുടെ അടുത്ത് വന്നിരിക്കുന്നു. ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഹേസിക്ക് ജൂവിന് മെസ്സേജ് അയക്കുന്നു. ജൂ ആകട്ടെ ഡൂഗോയുടെ പിന്നിൽ ആരാണ് എന്ന് ചോദിക്കുന്നു. ഞാനായിട്ടത് പറയില്ല, പറ്റുമെങ്കിൽ ഒറ്റയ്ക്ക് കണ്ടുപിടിക്ക് എന്ന് ഷിയോയും പറയുന്നു. ഡൂഗോ തുടങ്ങിയിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ, പക്ഷേ അതിന്റെ മാർക്കറ്റ് വാല്യൂ ആണെങ്കിൽ 2 ട്രില്യന്റെ അടുത്തുണ്ട്. പാവൽ എന്ന് പറയുന്ന വല്ല റഷ്യൻ മാഫിയ ഗ്രൂപ്പുമാണോ ഇനി ഇതിന്റെ പിന്നിൽ ചരട് വലിക്കുന്നത് എന്ന് ജൂ ചോദിക്കുന്നു. ഇത് കേട്ട് ഷിയോക്ക് നല്ല ദേഷ്യം വരുന്നു. ജൂവിന്റെ കുത്തിയുള്ള സംസാരം കേട്ട് ഷിയോ പൊട്ടിത്തെറിക്കുമെന്നായപ്പോൾ നാം ഇടയിൽ കയറി ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല, ഇതൊക്കെ കുറച്ച് ഓവറാണ് എന്ന് പറയുന്നു. ഇത് കേട്ട് ജൂ സംസാരം നിർത്തി അവിടുന്ന് പോകുന്നു. നാം ഷിയോയോട് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. അവൻ ജൂവിനെ എനിക്ക് കൊല്ലാൻ തോന്നുന്നുണ്ട് എന്ന് പറയുന്നു. ഇത് കേട്ട് നാം ആകെ ഷോക്കാവുന്നു. ഷിയോ പോയതിനു ശേഷം മാഡം നാമിനെയും കൊണ്ട് ഒരു സ്ഥലം വരെ പോകുന്നു. നീ കടല് കണ്ടിട്ടില്ലല്ലോ, നിനക്ക് ഞാൻ കടല് കാണിച്ചു തരാം എന്നൊക്കെ മാഡം പറയുന്നത് കേട്ട് നാം നല്ല കുട്ടി, ഇനി ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് അവളുടെ തലയിൽ തട്ടുന്നു. ഇപ്പൊ കാറിൽ പോകുന്ന ജൂവിന് മുത്തശ്ശിയുടെ ഒരു കോൾ വരുന്നു. ഇന്നാണ് അവാർഡ് ഫംഗ്ഷൻ, ബാരിസ്റ്റയ്ക്ക് തിരക്കായതുകൊണ്ട് വരാൻ പറ്റില്ല, അതുകൊണ്ട് അവാർഡ് വാങ്ങുന്ന ഫോട്ടോ എടുക്കാനായി നീ ഇന്ന് എന്റെ കൂടെ വരണം എന്നൊക്കെ മുത്തശ്ശി പറയുന്നു. ഇത് കേട്ട് ജൂ അതിന് സമ്മതിച്ചിട്ട് നിങ്ങളിപ്പോ എവിടെയാണെന്ന് ചോദിക്കുന്നു. ഞാനിവിടെ ഹോസ്പിറ്റലിൽ നിന്റെ ബ്രദറിന് കാവലിരിക്കാണ് എന്ന് പറഞ്ഞ് മുത്തശ്ശി കോൾ വെക്കുന്നു. അങ്കിളാകട്ടെ അച്ഛ എനിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇത് കേട്ട് മുത്തശ്ശി അവനൊരു പൊട്ടു കൊടുക്കുന്നു. അങ്കിൾ, അച്ഛൻ ഇതുവരെ ഡിബറ്റിലായിരുന്നു, നാളെ കൊറിയയിലേക്ക് വരുന്നുണ്ട് എന്നിങ്ങനെയുള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നു. ഇത് കേട്ട് മുത്തശ്ശിക്ക് ഡൗട്ട് അടിക്കുന്നു. അടുത്ത സീനിൽ മുത്തശ്ശി അവാർഡ് വാങ്ങിക്കുന്നതും ജൂ ഫോട്ടോ എടുക്കുന്നതും കാണിക്കുന്നു. അതിനുശേഷം മുത്തശ്ശി ജൂവിനോട് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് നിന്റെ അച്ഛൻ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ജൂ ആകട്ടെ മടിച്ച് അച്ഛൻ വരുന്നുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ട് മുത്തശ്ശി ആകെ വയലന്റ് ആയി കയ്യിലുള്ള സാധനങ്ങളൊക്കെ ജൂവിന് നേർക്കെറിയുന്നു. എന്നിട്ട് അവിടെ തന്നെ ബോധം കെട്ട് വീഴുന്നു. ഇപ്പുറത്ത് മാഡം നാമിനെയും കൊണ്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് വരുന്നു. പെട്ടെന്ന് പല ഭാഗത്ത് നിന്നായി മാഡം അവളെ തല്ലാനായി ഏർപ്പാടാക്കിയ ആളുകൾ വരുന്നു. നാമിന് ഫൈറ്റ് ചെയ്യാൻ ഒരു മൂഡില്ലാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള കണ്ടെയ്നർ ഒക്കെ പൊക്കി അവർക്ക് ചുറ്റുമിട്ട് അവരെ ലോക്കാക്കുന്നു. ഇപ്പൊ മുത്തശ്ശി ബോധമില്ലാതെ ബെഡിൽ കിടക്കുന്നത് കാണിക്കുന്നു. ഇതേ സമയം ബോങ്കോ ജൂവിനെ കാണാനായി വരുന്നു. അവൻ വന്നിട്ട് നാമിങ് ഇപ്പോ വിചിത്രമായിട്ടാണ് പെരുമാറുന്നത്, അവൻ ഫുഡ് പോലും കഴിക്കാറില്ല, ഏതോ ഫ്രണ്ടിനെ കാണാനായി ഇടയ്ക്ക് പുറത്തു പോകുന്നതല്ലാതെ മറ്റൊന്നിനും അവൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങാറില്ല, ഇപ്പൊ അവൻ വെള്ളം മാത്രം കുടിച്ചാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്നു. ജൂവാകട്ടെ ഒരുപാട് വെള്ളം കുടിക്കുന്നത് വണ്ണം കുറയ്ക്കാൻ നല്ലതാണ് എന്ന് പറയുന്നു. ഇത് കേട്ട് ബോങ്കോ നീയൊക്കെ ഒരു അമ്മയാണോ എന്നൊക്കെ ചോദിച്ച് അവളോട് ചൂടാവുമ്പോൾ അവൾ അച്ഛൻ നാളെ വരുന്നുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ട് അവനും ആകെ സ്തംഭിച്ചു നിൽക്കുന്നു. ഇപ്പുറത്ത് മുത്തശ്ശി ബാരിസ്റ്റയ്ക്ക് വിളിച്ച് തന്റെ അവസ്ഥയൊക്കെ പറഞ്ഞ് കരയുന്നു. എന്നിട്ട് എന്തോ മനസ്സിലുറപ്പിച്ചിട്ട് ജൂവിനെ വിളിച്ച് നാളെ ഞാൻ തന്നെ നിന്റെ അച്ഛനെ പിക്ക് ചെയ്യാൻ പോവാം എന്ന് പറയുന്നു. ഇത് കേട്ട് ജൂവിന് എന്തോ പന്തികേട് തോന്നുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് നാമ വരുന്നു. അവൾ വന്നത് കണ്ട് അച്ഛൻ അവളെ വിളിച്ചെങ്കിലും നാം അത് മൈൻഡാക്കാതെ ജൂവിന്റെ അടുത്തേക്ക് പോയി എന്തിനാ ഷിയോയോട് ഇന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചത് എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് നീ എന്തിനാ കയറിയത് എന്ന് ജൂവും തിരിച്ചു ചോദിക്കുന്നു. ഷിയോ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, അവൻ വളരെ ഡേഞ്ചറാണ്, കൂടുതൽ പ്രശ്നം ഉണ്ടാവേണ്ട എന്ന് കരുതിയാണ് ഞാൻ ഇടയിൽ കയറിയത് എന്ന് നാമും പറയുന്നു. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അവർ വഴക്കിടുന്നു. ബോങ്കോ അവരെ സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നു. അവസാനം ജൂ വളരെ ഇമോഷണലായി എന്റെ ഫ്രണ്ട്സിന്റെ മക്കൾ അവരോട് കയർത്ത് സംസാരിക്കുമ്പോഴൊക്കെ
എനിക്ക് നിന്നെ ഓർത്ത് അഭിമാനമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ നീയും നിന്റെ അമ്മയെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. നാമ് പ്ലീസ് അമ്മ, ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞതും ജൂ ചിരിച്ചിട്ട് അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അവരുടെ വഴക്ക് അവസാനിക്കുന്നു. ഇപ്പൊ ഷിയോ ഗോഡൌണിലേക്ക് വരുന്നത് കാണിക്കുന്നു. അവൻ ജൂ പറഞ്ഞതൊക്കെ ആലോചിച്ചിട്ട് അവളോടുള്ള ദേഷ്യം മൊത്തം അവിടെയുള്ള കമ്പിയിൽ അടിച്ചു തീർക്കുന്നു. പെട്ടെന്ന് ആ കമ്പി പൊട്ടി സാധനങ്ങളൊക്കെ താഴെ വീഴുന്നു. ഒരു വെള്ള നിറത്തിലുള്ള തൂവലും താഴെ വീഴുന്നത് കാണിക്കുന്നു. അടുത്ത ദിവസം ജൂ ബ്രെഡിനെ കാണാനായി വരുന്നു. എന്നിട്ട് ഷിയോയെ അറിയാമോ എന്ന് ചോദിക്കുന്നു. അവൻ അറിയില്ലെന്ന് പറഞ്ഞതും ജൂ ഷിയോയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. ആ ഫോട്ടോയിൽ ബ്രെഡിനെ കണ്ട് അവന് ദേഷ്യം വരികയും ഈ ഫോട്ടോ നിനക്ക് എവിടുന്നാ കിട്ടിയത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ജൂ ആകട്ടെ അതിനെന്തിനാ ഇങ്ങനെ ചൂടാവുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. ബ്രെഡ് ആകെ വയലന്റ് ആയി നീ എന്നെ ഫോളോ ചെയ്യുമായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ ഫോട്ടോ ചുരുട്ടി കൂട്ടി എറിയുന്നു. എന്നിട്ട് സെക്യൂരിറ്റി വരുന്നതിന് മുമ്പ് അവളോട് അവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറയുന്നു. ഇത് കേട്ട് അവളും തിരിച്ചു ചൂടാവുമ്പോൾ രണ്ട് സ്റ്റാഫ് വന്ന് അവളെയും വലിച്ച് പുറത്തേക്ക് പോകുന്നു. ഇപ്പൊ എയർപോർട്ടിൽ നിൽക്കുന്ന മുത്തശ്ശിയെ കാണിക്കുന്നു. അപ്പൊ അങ്ങോട്ടേക്ക് മുത്തശ്ശനും വരുന്നു. എന്തിനാ നിങ്ങളിപ്പോ തിരിച്ചു വന്നത് എന്ന് മുത്തശ്ശി ചോദിച്ചതും മുത്തശ്ശൻ ഇനി മരിക്കുന്നത് വരെ നിന്റെ ഭർത്താവായി ജീവിക്കാനാണ് ഞാൻ തിരിച്ചു വന്നത് എന്ന് പറയുന്നു. അപ്പൊ തന്നെ മുത്തശ്ശി മുത്തശ്ശനെ തള്ളിയിടുന്നു. മുത്തശ്ശനാകട്ടെ ദൂരെ ഒരു ട്രോളിയിൽ പോയി വീഴുന്നു. അവിടെയുള്ള ആളുകളൊക്കെ മുത്തശ്ശിയെ നോക്കുന്നത് കണ്ട് നിങ്ങൾ ആരും ഇതിൽ ഇടപെടേണ്ട, 10 വർഷം മുമ്പ് എന്നെയും എന്റെ മക്കളെയും ഉപേക്ഷിച്ചു പോയ എന്റെ ഭർത്താവിന് ഞാൻ കൊടുത്ത ശിക്ഷയാണിത് എന്നൊക്കെ പറഞ്ഞ് ആ ട്രോളിയും ഉരുട്ടി മുത്തശ്ശി പോകുന്നു. ഇവിടെ ബോങ്കോ വീട്ടിൽ വന്ന് നോക്കുമ്പോ നാമിങ് ബോധമില്ലാതെ ബാത്റൂമിൽ വീണ് കിടക്കുന്നത് കാണുന്നു. ഇപ്പൊ ഷിയോയെ കാണിക്കുന്നു. അവൻ ആർക്കോ വിളിച്ചിട്ട് ഒരാളെ കൊല്ലണം എന്ന് പറയുന്നു. ഇപ്പൊ നാമ് ലേഡി സ്റ്റാഫിന് ഒരു ഐസ്ക്രീം കൊണ്ടു കൊടുക്കുന്നു. നിങ്ങളുടെ സ്കിന്ന് നല്ല ഭംഗിയുണ്ട്, എന്ത് പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. ലേഡി സ്റ്റാഫിനും അത് കേട്ട് സന്തോഷാവുന്നു. ഇതേ സമയം നാമ് അവളുടെ കമ്പ്യൂട്ടർ നോക്കി CTR CTG എന്നൊക്കെ വായിക്കുന്നു. പെട്ടെന്ന് ലേഡി സ്റ്റാഫ് തന്റെ കൈ കൊണ്ട് അതൊക്കെ മറച്ചു പിടിച്ചിട്ട് ഇതൊന്നും വായിക്കാൻ പാടില്ല, ഇതൊക്കെ നമ്മൾ കയറ്റി അയക്കുന്ന പ്രൊഡക്റ്റിന്റെ കോഡുകളാണ് എന്നൊക്കെ പറയുന്നു. നാം അവളെ തിരിച്ചിരുത്തി ഞാനും ഡൂഗോയുടെ സ്റ്റാഫ് അല്ലേ, നമ്മളൊക്കെ ഒരു ഫാമിലി അല്ലേ എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് ഈ CT എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കുന്നു. നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിന്റെയും പേര് തുടങ്ങുന്നത് CT വെച്ചാണ് എന്ന് അവളും പറയുന്നു. അങ്ങനെ അവർ ഓരോന്ന് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് നാമ് തന്റെ വാച്ച് ഉപയോഗിച്ച് അവൾ അറിയാതെ അതൊക്കെ ഷൂട്ട് ചെയ്യുന്നു. ഇതേ സമയം ഒരാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് നാളെയാണ് പ്രൊഡക്റ്റ് ഒക്കെ ഷിപ്പ് ചെയ്യേണ്ടത്, അതിന്റെ വർക്ക് കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നു. ലേഡി സ്റ്റാഫ് കഴിഞ്ഞെന്ന് പറയുന്നു. നാമിനെ കണ്ടയാൾ അവളോട് അവിടുന്ന് പോവാൻ പറയുന്നു. നാമും പിറുപിറുത്ത് തന്റെ സീറ്റിൽ പോയിരിക്കുന്നു. ഇപ്പൊ നാമിനെ ഷിയോ തന്റെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു. ഇപ്പുറത്ത് ഹേസിക്ക് ലീഡറിനെ വിളിക്കുന്നുണ്ടെങ്കിലും പുള്ളി ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെ നാമാകട്ടെ ഷിയോയുടെ ഓഫീസിലേക്ക് വരുന്നു. ഷിയോ അവളോട് നിനക്ക് ജൂവിനെ കൊല്ലാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് നാമ് ആകെ പരിഭ്രമിച്ച് നിൽക്കുന്നത് കണ്ടവൻ നീയൊന്നും അവളെ കൊല്ലേണ്ട, അവളെപ്പോഴേ മരിച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നു. ഇത് കേട്ട് നാമും ഹേസിക്കും ആകെ ഷോക്കാവുന്നു. ഇപ്പൊ ജൂവിന്റെ വണ്ടി ആക്സിഡന്റ് ആയി കിടക്കുന്നത് കാണിക്കുന്നു. ചോര വാർന്നു കിടക്കുന്ന ജൂവിനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്.